മറ്റേ ശ്രീനിവാസന്റെ മോഹനായിട്ട് വലിയ വീട്ടിൽ താമസിച്ചിരുന്ന ഞാൻ ബക്കറ്റും മഗ്ഗും പിടിച്ചിട്ട് രാവിലെ 1 മണിക്കൂറിൽ വെള്ളം വരുന്ന അവസ്ഥയിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എത്ര കാലം ഞാൻ ഇതുപോലെ ബക്കറ്റും മഗ്ഗും പിടിച്ചു നോക്കുമ്പോൾ എന്റെ മുന്നിൽ 30-40 പേര് നിൽക്കുകയാണ്. അതേപോലെ മനുഷ്യന്മാരല്ലേ. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇവിടെ സ്റ്റക്കായാലെന്താ, ഞാൻ കുറെ മനുഷ്യന്മാരോടല്ലേ നിൽക്കുന്നേ. അവരൊക്കെ നിൽക്കില്ല, അവരൊക്കെ ജോലിയില്ലേ അവരുടെ കുടുംബത്തിന് വേണ്ടി, ഇതിനു വേണ്ടി സർവൈവ് ചെയ്യാൻ വേണ്ടി. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ച് എനിക്ക് അപ്പൊ ആരും കുടുംബം നോക്കണ്ട. അവരവര് ചേട്ടന്റെ കാര്യം ചേട്ടൻ നോക്കിക്കോളൂ, അച്ഛന്റെ കാര്യം നോക്കിക്കോളൂ, എന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പൊ സമാധാനമുണ്ട്. അവിടെ ഞാൻ പഠിച്ചൊരു കാര്യം വെച്ചാൽ ലൈഫ് ഡസന്റ് ഗെറ്റ് സ്റ്റക്ക്. ഒരു സ്ഥലത്തും ഒരു പോയിന്റിലും ലൈഫ് സ്റ്റക്ക് അൺലെസ് യു ഡിസൈഡ്. നമ്മളാണ് സ്റ്റക്കായി പോകുന്നത്. ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നമ്മളൊരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു സാധനം ചെയ്യാൻ അടുത്തൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ മായി തോന്നിയ വിളിച്ചു പറയുന്ന ആളൊന്നുമല്ല. ഞാൻ കൃത്യമായിട്ട് എന്ത് പറഞ്ഞാൽ അത് പഠിക്കും എന്ന് ആലോചിച്ച് പറയുന്ന ആള് തന്നെയാണ്. പലരും കാര്യം കുഞ്ഞിരാമായണം കണ്ടപ്പോ എന്നോട് പറഞ്ഞു വെച്ചു, ശരിക്കും ജീവിതത്തിൽ പൊട്ടനാന്ന് വിചാരിച്ച ആൾക്കാരുണ്ട്. എന്റെ കുടുംബത്തിലടക്കം ശരിക്കും പൊട്ടനാണല്ലോ. അത് നല്ലതാ ഒരു രീതിയിൽ. ഞാനത് ക്യാരി ചെയ്തിട്ടുണ്ട് ആ പൊട്ടൻ ഇമേജ്. കാരണം എന്താ, നമ്മള് പൊട്ടനാണല്ലോ, കുഴപ്പമില്ലല്ലോ, എന്തും പറയാം, പൊട്ടനല്ലേ. നല്ലതാ ആ രീതിയിൽ ആൾക്കാർ പൊട്ടനാന്ന് വിചാരിക്കുന്നത് നല്ലതാ. എവിടെയും എപ്പോഴും വളരെ ഓപ്പൺ ആയിട്ട് ഉള്ളതുള്ളതുപോലെ പറയുന്നത് കൊണ്ട് സംഭവിക്കുന്ന 3 പ്രശ്നങ്ങൾ അല്ലെങ്കിൽ 3 ഗുണങ്ങൾ. പ്രശ്നമൊന്നുമില്ല. ചിലർക്ക് നമ്മൾ ഇഷ്ടപ്പെടില്ല, ചിലർക്ക് ഞാൻ അതിനെപ്പറ്റി ബോധയുടെയല്ല. കാരണം നമ്മൾ പറയുന്നത് സത്യമാണ്, നമുക്ക് ഒരു രണ്ടിനെയും പേടിക്കണ്ട. അപ്പോൾ നമ്മൾ കാര്യം പറയാം. പിന്നെ ഞാൻ പണ്ടുപോലെ അങ്ങനെയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ആൾക്കാരെന്ത് വിചാരിക്കും, ആൾക്കാരെന്ത് ചിന്തിക്കും എന്ന് വെച്ചിട്ട് ഒരു കാര്യം ഞാൻ ചെയ്യാറില്ല. ആലോചിക്കുക, അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാറുമില്ല. അങ്ങനത്തെ ഒരാളെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു പരിപാടിക്ക് പോകാറുമില്ല. ഒരുത്തന്നെ താഴെ പോയി നിൽക്കാറുമില്ല. അതുകൊണ്ട് തന്നെ ഒരുത്തന്നെ താഴെ പോയി നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. ഉപദേശിക്കുന്ന ആൾക്കാർ എപ്പോഴും നമ്മളെ ഉപദേശിക്കുന്ന ആൾക്കാർ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇവരെന്തെങ്കിലും ആയിട്ടാണ് ഇവർ ഉപദേശിക്കുന്നത്. ഒന്നായിട്ടില്ല. എനിക്ക് അവൾ ഒരിക്കലും മടുക്കില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്പാനിയൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ നോക്കണം. ഞാൻ ഭയങ്കര ഡിപ്പെൻഡന്റ് ആണ് അവളെ പുറത്ത് പല കാര്യത്തിനും. അവളില്ലാതെ എനിക്ക് പല കാര്യങ്ങളും, ഞാൻ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന തൊട്ടിട്ട് വൈകുന്നേരങ്ങൾ ഒരുമിച്ചിരിക്കുന്ന തൊട്ട് സിനിമ കാണുന്ന തൊട്ടിട്ട് എനിക്ക് അവള് വേണം. എന്റെ സുഹൃത്താണ് ഏറ്റവും വലിയ. ആ സൗഹൃദം ഉണ്ടാവണം റിലേഷൻഷിപ്പിൽ. ഹസ്ബൻഡ് വൈഫ് എന്നൊക്കെ ഉള്ളതിനപ്പുറം ഒരു സൗഹൃദം ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ ലോങ് റണ്ണിന് നമുക്കൊരു ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇൻ ലൈക് മാരിറ്റൽ ഇതിൽ പോലും ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വലിയ കാര്യം. ഒരാളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ തോതിലെങ്കിലും അവരുടെ മനസ്സിലോ മുഖത്തോ ഒരു ചിരി ഉണ്ടാക്കാൻ പറ്റുന്നത് വലിയ കാര്യമല്ലേ.